അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. തിരക്കില്ലാത്ത ആളുകളൊക്കെ ഇത്തികാഫിന്റെ നിയ്യത്തും കരുതി കുറച്ചേരം വെള്ളിയാഴ്ച ഇൻഷാ അല്ലാഹ് ഇൽമ് കേട്ട് നമുക്ക് പോവാം. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ഇൽമ് കേൾക്കാന്ന് പറഞ്ഞാൽ അത് വലിയ പുണ്യമുള്ള സംഗതിയാണ്. പറയുന്നതിലേറെ പുണ്യമാണ് ഇൽമ് കേൾക്കുന്നത് എന്ന് പറഞ്ഞാൽ എന്നേക്കാൾ കിട്ടും നിങ്ങൾക്ക് എന്നർത്ഥം. അള്ളാഹു നമ്മൾക്കൊക്കെയും നാഫിയായി അള്ളാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ. ഇന്ന് ഡിസംബർ 25. ഡിസംബർ 25 പ്രത്യേകത എന്താ പ്രത്യേകത? അല്ലേ? സഹോദര സമുദായത്തിൽപ്പെട്ട ആളുകൾ അവരുടെ ഏറ്റവും വലിയ ആഘോഷ ദിനമാണ് ഡിസംബർ 25. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു വിശ്വാസി അറിഞ്ഞിരിക്കേണ്ട ചില പ്രധാനപ്പെട്ട ചില സംഗതികളുണ്ട്. കാരണം ക്രിസ്മസ് എന്ന് പറഞ്ഞാൽ യേശുവിന്റെ ജന്മദിനം എന്നാണ് ഡിസംബർ 25 കൊണ്ട് സഹോദര സമുദായത്തിൽപ്പെട്ടവർ ലക്ഷ്യമാക്കുന്നത്. സത്യത്തിൽ എന്താണ്, ആരാണ് യേശു, ആരാണ് ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം എന്നതിനെ കുറിച്ച് ഒരു അവബോധം വിശ്വാസികളായി നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളുടെ അറിവിൽ ഉണ്ടാവേണ്ടതുണ്ട്. മഹാനായ സയ്യിദുനാ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ സംബന്ധിച്ച് 3 കാഴ്ചപ്പാടുകൾ വെച്ചു പുലർത്തുന്നവരാണ് പൊതുവിൽ ലോകത്തുള്ളത്. ഒന്ന് ജൂതന്മാരുടെ വിശ്വാസപ്രകാരം യേശു അഥവാ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഒരു വ്യഭിചാരിയായ പെണ്ണിന്റെ ചാരസന്തതിയാണെന്നാണ് ആരുടെ വിശ്വാസം? ജൂതന്മാരുടെ വിശ്വാസം, യഹൂദികളുടെ വിശ്വാസം. അപ്പുറത്ത് നസ്വാറാക്കൾ, ക്രിസ്ത്യാനികൾ, അവരുടെ വിശ്വാസം മഹാനായ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഒരു ദൈവത്തിന്റെ ദൈവപുത്രനാണെന്ന് വിശ്വസിക്കുന്നവരാണ് ഈസാ നബിയെ സംബന്ധിച്ച് നസ്വാറാക്കൾ. എന്നാൽ മൂന്നാമത്തെ ഒരു വിഭാഗം മുസ്ലിം ഉമ്മത്താണ്, നമ്മളാവട്ടെ മഹാനായ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ സംബന്ധിച്ച് അബ്ദുല്ലാഹി വറസൂലുഹു വറൂഹുഹു വകലീമുഹു എന്ന മഹത്തായ വിശ്വാസത്തിന്റെ ഉടമകളാണ് നമ്മൾ. മഹാനായ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഒരു ജാരസന്തതിയല്ല. മഹാനായ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹുവിന്റെ മകനല്ല, മറിച്ച് ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹുവിന്റെ അടിമയാണ്. സാധാരണ അടിമയല്ല. വറസൂലുഹു അല്ലാഹുവിന്റെ റസൂലാണ്, പ്രവാചകനാണ്. മാത്രമല്ല വകലീമുഹു വറൂഹുഹു മഹാനായ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹുവിന്റെ റൂഹാണ്. അഥവാ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകമായി റൂഹ് സംവിധാനിച്ചുകൊണ്ട് ഒരു പുരുഷന്റെ ബന്ധമില്ലാതെ ഈ ഭൂമി ലോകത്ത് പൂജാതനാക്കപ്പെട്ടയാളാണ് മഹാനായ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം. അതുകൊണ്ട് തന്നെ ആ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമുമായി ബന്ധപ്പെട്ട ചരിത്രവും പഠനവും വിശ്വാസികളായി നമ്മളെ സംബന്ധിച്ചിടത്തോളം നാം പഠിച്ചിരിക്കേണ്ട നിർബന്ധമായ വളരെ അനിവാര്യമായ ഒരു അറിവാണ്. പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ മഹാനായ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ സംബന്ധിച്ച് പഠിക്കുന്നതിന് മുമ്പ് ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ബാക്ക്ഗ്രൗണ്ട്, ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഉമ്മ, ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കുടുംബം, പാരമ്പര്യം ഒന്ന് പഠിക്കണം, നല്ലതാണ്. ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് പിതാവില്ല. അതുകൊണ്ട് ഈസ ഇബ്നു മറിയം എന്നാണ് ഈസാ നബിയെ വിശേഷിപ്പിക്കപ്പെടാറുള്ളത്. മറിയമിന്റെ മകൻ ഈസ. ആരാണ് മറിയം എന്ന് അറിഞ്ഞിരിക്കൽ നമ്മളുടെ ഒരു വളരെ പ്രധാനപ്പെട്ട അറിവാണത്. മഹാനായ സയ്യിദുനാ ഇമ്രാൻ റളിയല്ലാഹു അൻഹു ബൈത്തുൽ മുഖദ്ദസ്, ഫലസ്തീനിലെ ബൈത്തുൽ മുഖദ്ദസ് ചുറ്റിപ്പറ്റിയിട്ട് താമസിച്ചിരുന്ന ഏറ്റവും വലിയൊരു സ്വാലിഹായ അടിമയായിരുന്നു സയ്യിദുനാ ഇമ്രാൻ റളിയല്ലാഹു അൻഹുവിന്റെ കുടുംബത്തിന്റെ കഥ പറയുന്നതാണ്
ഹുറൈറത്ത് തന്നെ കൊണ്ടുവന്നിട്ടുണ്ട്. ആരാണ് ഇമ്രാൻ എന്നറിയോ? റജുലൻ സ്വലിഹാ, ഒരു നല്ല ആബിദായ സ്വാലിഹായ, ഏത് സമയത്തും അല്ലാഹ് എന്ന ചിന്തയിൽ അധിഷ്ഠിതമായി ജീവിച്ച വ്യക്തിത്വത്തിന്റെ ഉടമയാണ് ഇമ്രാൻ. ഇമ്രാനിന്റെ ഭാര്യയുടെ പേരാണ് സയ്യിദത്തുനാ ഹന്നാ. അന്നബീബി റളിയല്ലാഹു അൻഹാ, അന്നബീബി റളിയല്ലാഹു അൻഹാ മച്ചിയാണ്, കുട്ടികളില്ലാത്ത പെണ്ണാണ്. മഹദിയായിരിക്കുന്ന അന്നബീബി റളിയല്ലാഹു അൻഹാ വയസ്സായി വാർദ്ധക്യമായി, അതിലേറെ വാർദ്ധക്യമായി മഹാനായ ഇമ്രാൻ റളിയല്ലാഹു അൻഹുവിലേക്ക് ഒരു ദിവസം തന്റെ വീട്ടിന്റെ വാതിൽപ്പടിയിൽ ഇരുന്നുകൊണ്ടിരിക്കുമ്പോ തന്റെ വീട്ടിന്റെ മുറ്റത്ത് വെച്ചുകൊണ്ട് ഒരുപാട് പറവകൾ ഇങ്ങനെ കാണാനിടയായി. അന്നബീബി റളിയല്ലാഹു അൻഹാ അതിലൊരു പറവ തന്റെ കുട്ടിക്ക് ഭക്ഷണം കൊടുക്കുന്നു, ചുണ്ടുകൊണ്ട് ഭക്ഷണം കൊടുക്കുന്നത് കണ്ടപ്പോ അന്നബീബി റളിയല്ലാഹു അൻഹാ വറഫഅത് യദൈഹാ, രണ്ട് കൈകളും മേപ്പോട്ട് എത്തിയിട്ട് പടച്ച റബ്ബിനോട് ദുആ ചെയ്തു. അതുപോലെ എനിക്കുമുണ്ടല്ലോ ഒരാഗ്രഹം, എനിക്ക് വയസ്സായി വാർദ്ധക്യമായല്ലോ, ഇന്നുവരെയും കുഞ്ഞിക്കാലം കാണാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ലല്ലോ, എനിക്കൊരു കുഞ്ഞിനെ തരണമല്ലോ എന്ന് മനമൊരുകി പ്രാർത്ഥിച്ചു സയ്യിദത്തുനാ ഹന്നാ. അന്നബീബി റളിയല്ലാഹു അൻഹ പ്രാർത്ഥിച്ചു. അന്നബീബി റളിയല്ലാഹു അൻഹ പടച്ച റബ്ബിനോട് പ്രാർത്ഥിച്ചു. മഹദിയായ അന്നബീബി റളിയല്ലാഹു അൻഹയുടെ പ്രാർത്ഥന അല്ലാഹു കേട്ടു. അല്ലാഹു തആല പ്രാർത്ഥന സ്വീകരിച്ചു. മഹദിയായിരിക്കുന്ന അന്നബീബി റളിയല്ലാഹു അൻഹ പറയാൻ തുടങ്ങി, അല്ലാഹുമ്മ, അല്ലാഹുവേ, എനിക്കിനി ഒരു കുഞ്ഞിനെ തന്നാൽ. മഹദിയായിരിക്കുന്ന അന്നബീബി റളിയല്ലാഹു അൻഹ ഗർഭം ധരിച്ചു. മഹദിയായ അന്നബീബി റളിയല്ലാഹു അൻഹ ഗർഭം ധരിച്ചു. ഗർഭം ധരിച്ചു എന്നറിഞ്ഞപ്പോ അന്നബീബി റളിയല്ലാഹു അൻഹ ശുക്രിന് വേണ്ടി പറഞ്ഞു, ഇന്നി നദർതു ലക മാ ഫീ ബത്നി മുഹററാ. അല്ലാഹുവേ, എന്റെ കുഞ്ഞ് പ്രസവിക്കപ്പെട്ടാൽ ആ കുഞ്ഞിനെ ഞാൻ ഫലസ്തീനിലെ ബൈത്തുൽ മുഖദ്ദസിലേക്ക് നേർച്ച കുട്ടിയാൻ. ആ കാലഘട്ടത്തിൽ അങ്ങനെ ഉണ്ടായിരുന്നു. കുട്ടികൾ ആൺകുട്ടികളാണെങ്കിൽ പള്ളിയിലേക്ക് നേർച്ചയാക്കും. അങ്ങനെ ഒരു വ്യാപകമായ രീതി ഉണ്ടായിരുന്നു. ഗർഭത്തിലിരിക്കുമ്പോ അന്നബീബി പറഞ്ഞു, അല്ലാഹുവിന്റെ ഖുർആനിൽ കഥ പറയുന്നു, ഇത് ഖാലത്തുൻ ഖാലത്തു ഇമ്രാന റബ്ബി നീ നദർതു ലക മാ ഫീ ബത്നി മുഹററാ. പടച്ച റബ്ബേ, എന്റെ കുട്ടിയെ ഞാൻ ബൈത്തുൽ മുഖദ്ദസിലേക്ക് നേർച്ചയാക്കി. അല്ലാഹു തആല നേർച്ച സ്വീകരിച്ചു. മഹദിയായിരിക്കുന്ന അന്നബീബി മറിയമിനെ ഗർഭം ധരിച്ചപ്പോ അതേ ബാപ്പ ഇമ്രാൻ ലോകത്തോട് വിട പറഞ്ഞു പോയി. പിന്നെ മഹദിയായ അന്നബീബി റളിയല്ലാഹു അൻഹ തനിച്ചാണ് പ്രസവിക്കുന്നത്. പ്രസവം കഴിഞ്ഞു. മഹദിയായ അന്നബീബിക്ക് തന്റെ പ്രിയപ്പെട്ട പൊന്നുമോളെ നോക്കി വളർത്താൻ കഴിയുന്നില്ല, എടുക്കാൻ കഴിയുന്നില്ല. കാരണം അത്രമേൽ അജൂസത്തായിരുന്നു, കിളവിയായി കഴിഞ്ഞിട്ടുണ്ട്. മഹദിയായിരിക്കുന്ന അന്നബീബി റളിയല്ലാഹു അൻഹ ഇനി ആരാണ് കുട്ടിയെ വളർത്തുക? ഇനി ആരാണ് കുട്ടിയെ നോക്കുക? മഹദിയായിരിക്കുന്ന മറിയം ബീബി റളിയല്ലാഹു അൻഹയ്ക്ക് പേര് വെച്ചു, മറിയം എന്ന കുട്ടിക്ക് പേര് വെച്ചു. അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാണ്, വല്ലാഹു ഫലമ്മാ ബലഅത്ഹാ ഖാലത് റബ്ബി ഇന്നി ബലഅത്ഹാ ഉൻസാ വല്ലാഹു അഅലം ബിമാ ബലഅത് വലൈസ ദക്റു കൽഉൻസാ വഇന്നി സമ്മൈതുഹാ മറിയമ. അർജുനെ, ഞാൻ പ്രസവിച്ചത് പെൺകുട്ടിയാണല്ലോ റബ്ബേ, ഇനി എന്ത് ചെയ്യും? പള്ളിയിലേക്ക് നേർച്ചയാക്കിയിട്ടുണ്ട്, എന്ത് ചെയ്യും? പള്ളിയിലേക്ക് നേർച്ചയാണ് കുട്ടി, ജനിച്ചതാണെങ്കിൽ പെൺകുട്ടിയാണ്. ഇന്നി സമ്മൈതുഹാ മറിയമ. ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു പെണ്ണിന്റെ പേര് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പെണ്ണാരാണ്? സയ്യിദത്തുനാ മറിയം റളിയല്ലാഹു അൻഹാ.
മഹദിയായിരിക്കുന്ന മറിയം ബീവി റളിയല്ലാഹു അൻഹ പറയുകയാണ്, ഇന്നി ഉഈദുഹാ ബിക വദുരിയതഹാ മിനശ് ശൈത്വാനിർ റജീം. പടച്ചോനേ, എന്റെ കുട്ടിയെയും അതുപോലെ ആ കുട്ടിയുടെ പരമ്പരയിൽ വരുന്ന എല്ലാവരെയും പിശാചിനെ തൊട്ട് കാക്കണേ അല്ലാഹ്. ഇനി ആര് കുട്ടിയെ നോക്കും? മറിയം ബീവി റളിയല്ലാഹു അൻഹയെ നോക്കാൻ ആളില്ല. കാരണം അന്നത്ത് ബീവി കിളവിയാണ്. ഒരു കുട്ടിയെ നോക്കാൻ ആഫിയത്തും ആരോഗ്യമൊന്നുമില്ല. അവസാനം എന്ത് ചെയ്തു? പരസ്പരം നറുക്കിടാൻ വേണ്ടി തീരുമാനിച്ചു. കുടുംബക്കാരൊക്കെ മുന്നോട്ട് വന്നു, ഞങ്ങൾ നോക്കാം, ഞങ്ങൾ നോക്കാം, ഞങ്ങൾ നോക്കാം. കാരണം അത്രമേൽ പേര് കേട്ട കുടുംബത്തിലെ, സ്വാലിഹീങ്ങളായ കുടുംബത്തിലെ ഒരു കുട്ടിയല്ലേ, ഞങ്ങൾ നോക്കാൻ പറഞ്ഞ് എല്ലാവരും മുന്നോട്ട് വന്നു. അവസാനം നറുക്കിടാൻ തീരുമാനിച്ചു. എന്താ നറുക്ക്? ഇമ്രാൻ റളിയല്ലാഹു അൻഹു പേന കൊണ്ട് എഴുതി പഠിപ്പിക്കാറുള്ള ആളായിരുന്നു. അതുകൊണ്ട് പേന ഒലിക്കുന്ന പുഴയിലേക്ക് ഇടാം. എല്ലാവരും ആരൊക്കെ തയ്യാറുണ്ടോ അവരെല്ലാവരും അവരുടെ പേന പുഴയിലേക്ക് വലിച്ചെറിയണം. എന്നിട്ട് ഒലിക്കാതെയുള്ള പേന ഏതാണോ ആ പേനക്കാർ കുട്ടിയെ തീരുമാനമായി. അങ്ങനെ അവർ അടുത്തുള്ള ഒരു ഒലിക്കുന്ന ഒരു പുഴയിലേക്ക് അവർ ചെന്നു. എന്നിട്ട് അവർ പേന എറിഞ്ഞു. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ആ സംഭവം പറയുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറയുന്നു, ഫതഖബ്ബലഹാ റബ്ബുഹാ ബിഖബൂലിൻ ഹസനിൻ എന്ന് പറഞ്ഞുകൊണ്ട് സൂറത്തുൽ ആലി ഇംറാനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, അവസാനം അവർ പേനയിടാൻ വേണ്ടി തീരുമാനിച്ചു. ആ പേനയിട്ടപ്പോ അവശേഷിച്ചത് ഒലിക്കാതെ ബാക്കിയായി സയ്യിദുനാ സക്കരിയ റളിയല്ലാഹു അൻഹുവിന്റെ പേനയായിരുന്നു. സക്കരിയ റളിയല്ലാഹു അൻഹുവിന്റെ പേന ഒലിക്കാതെ അവിടെ നടന്നു. അങ്ങനെ സക്കരിയ റളിയല്ലാഹു അൻഹുവിലേക്ക് ആ കുട്ടിയുടെ കഫാലത്തിൽ ഏൽപ്പിച്ചു കൊടുക്കുകയും ആ കുട്ടിയുടെ ഉത്തരവാദിത്വം ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്തു. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുന്നു, ദാലിക മിൻ അബ്ബാഇൽ ഗൈബി നൂഹി ഇലൈക വമാ കുൻത ലദൈഹിം ഇദ് യുൽഖൂന അഖ്ലാമഹും. കൊല്ലങ്ങൾ കഴിഞ്ഞിട്ട് അല്ലാഹുവിന്റെ റസൂലിനോട് ആ കഥ പറഞ്ഞു കൊടുക്കുകയാണ് ഖുർആൻ. ഇദ് യുൽഖൂന അഖ്ലാമഹും, അവരുടെ പേനകളെ എറിഞ്ഞ സന്ദർഭത്തില് നബിയെ നിങ്ങൾ ഓർക്കുന്നില്ലയോ? നിങ്ങൾക്കറിയില്ലയോ പേന എറിഞ്ഞു? അവസാനം മഹാനായ സക്കരിയ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പേന ബാക്കിയായി. സക്കരിയ അലൈഹിസ്സലാത്തു വസ്സലാം ആവട്ടെ മഹദിയായ അന്നസ് ബീവി റളിയല്ലാഹു അൻഹയുടെ സഹോദരി
അനാഥയായിക്കൊണ്ട് കുടുംബത്തിൽ നിന്ന് മാറിയിട്ട് കുറച്ച് അപ്പുറത്ത് ഒറ്റയ്ക്ക് താമസിക്കുമ്പോ ഒരു ദിവസം അതാ മഹാനായിരിക്കുന്ന സയ്യിദുനാ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം മഹദിയായ മറിയം ബീവി റളിയല്ലാഹു അൻഹാ ഒറ്റയ്ക്ക് തന്റെ റൂമിലിരിക്കുമ്പോൾ കടന്നു വരികയാ. അല്ലാഹുവിന്റെ ഖുർആൻ ആ സംഭവം പറയുന്നു. വദ്കുർ ഫിൽ കിതാബി മറിയമ ഇദ് ഇൻതബദത് മിൻ അഹ്ലിഹാ മകാനൻ ശർഖിയ്യാ. മറിയം ബീവി ഒറ്റയ്ക്ക് താമസിക്കുന്ന ദിവസം ഒറ്റയ്ക്ക് താമസിക്കാൻ തുടങ്ങിയപ്പോ അതാ വരുന്ന ഒരു ചെറുപ്പക്കാരൻ അതേ മറകെട്ടിയിട്ട് ഒറ്റക്കൊരു ഭാഗത്ത് ഇങ്ങനെ താമസിക്കുന്നു മറിയമേ. നമ്മളെ റൂഹായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെ പറഞ്ഞു വിട്ടു. കാണാൻ നല്ല അഴകുള്ള ചെറുപ്പക്കാരനായ മനുഷ്യന്റെ കോലത്തിലാ പറഞ്ഞു വിട്ടത്. അതേ വീട്ടിലോട്ട് കയറി ചെന്നു ജിബ്രീൽ മനുഷ്യന്റെ കോലത്തില്. ഉടനെ തന്നെ കാലച്ച് ആ പെണ്ണ് പറയുകയാണ്, മറിയം പറയുകയാ, ഇന്നി അഊദു ബിർറഹ്മാനി മിൻക ഇൻ കുൻത തഖിയാ. ഞാനൊരു പെൺവൃത്തിയാണ്. അല്ലാഹുവിനോട് ഞാൻ നിങ്ങളുടെ കാവലിനെ ചോദിക്കുന്നു. നിങ്ങളൊരു മുത്തഖിയാണെങ്കിൽ നിങ്ങൾ പുറത്തു പോകണോ? അപ്പനാ പറഞ്ഞത് പേടിക്കണ്ട മറിയമേ, ഞാൻ നിന്നെ അപകീർത്തിപ്പെടുത്താൻ വന്നവനല്ല. ഞാൻ പടച്ചറപ്പിന്റെ ദൂതനാണ്. ഇന്നമാ അന റസൂലു റബ്ബിക ലിഅഹബ ലകി ഗുലാമൻ സകിയാ. നിനക്ക് ഞാനൊരു നല്ല സന്താനം കിട്ടുമെന്ന സന്തോഷ വാർത്ത അറിയിക്കാൻ വേണ്ടിയിട്ട് പടച്ചറപ്പ് പറഞ്ഞു വിട്ട ദൂതനാണ് ഞാൻ എന്ന് മഹാനായിരിക്കുന്ന ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം മറിയം ബീവി റളിയല്ലാഹു അൻഹയോട് പറഞ്ഞപ്പോ മറിയം ബീവി തിരിച്ചു പറയുന്നു, കാലച്ച് അന്നാ യകൂനു ലീ ഗുലാമോ, എനിക്കെങ്ങനെയാ കുട്ടി ഉണ്ടാവുക? വലം യംസസ്നി ബശറുൻ, എന്നെ ഒരു ഭർത്താവ് സ്പർശിച്ചിട്ടില്ല. എന്നെ ഒരു പുരുഷനെ എന്നെ സ്പർശിച്ചിട്ടില്ല. ഞാൻ കല്യാണം കഴിയാത്ത പെണ്ണാണല്ലോ. മാത്രമല്ല ഇനി ഏതെങ്കിലും ഒരാളിലേക്ക് അവിഹിതമായിട്ട് ഞാൻ ബന്ധപ്പെട്ടിട്ടുമില്ല. വലം അകുബിയ, ഞാനൊരു തേവിടിച്ചിട്ടുമല്ലല്ലോ. പിന്നെ എങ്ങനെയാ എനിക്ക് കുട്ടി ഉണ്ടാകുക? അല്ലാഹുവിന്റെ കൽപ്പന പ്രകാരം ജിബ്രീൽ പറയുന്നു, കാര്യം അങ്ങനെ തന്നെയാണ്. പക്ഷേ കാര്യം അങ്ങനെയൊക്കെ തന്നെയാണ്. പക്ഷേ ഇതിൽ അല്ലാഹുവിന്റെ അപാരമായ ഖുദ്റത്ത് അല്ലാഹു തആല ഉമ്മത്തിന് കാണിച്ചു കൊടുക്കാൻ വിചാരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അല്ലാഹുവിന്റെ റഹ്മത്താണ്, അല്ലാഹുവിന്റെ അനുഗ്രഹമാണ്, അല്ലാഹുവിന്റെ ഖുദ്റത്താണ് എന്ന് പറഞ്ഞു. അങ്ങനെ മഹാനായിരിക്കുന്ന ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞില്ലേ, വനഫഖനാ ഫീഹാ. മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഒരു ഊതി മറിയം ബീവി റളിയല്ലാഹു അൻഹയെ ഉടനെ തന്നെ ഫഹമലത്തു ഫൻതബദത് ബിഹി മകാനൻ ഖസിയ. ആദിയായ മറിയം ബീവി റളിയല്ലാഹു അൻഹ ഗർഭിണിയായിട്ട് മാത്രമല്ല, ഗർഭം ചുമന്നിങ്ങനെ വന്നപ്പോ മറിയം ബീവിക്ക് ബേജാർ തുടങ്ങി. കാരണം ഞാൻ ഒരു പെണ്ണെടുത്തി, ഇനി ഗർഭം ധരിച്ചു എന്ന് അറിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? നാട്ടുകാരെന്നെ കുറ്റം പറയില്ലേ? എന്റെ കുടുംബക്കാരെന്നെ കൈയൊഴിയില്ലേ? മഹദിയായിരിക്കുന്ന മറിയം ബീവി റളിയല്ലാഹു അൻഹാ ഒരു വേള തന്റെ മനസ്സിൽ ചിന്തിച്ചു പോയത് അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു, യാ ലൈതനി മിത്തു ഖബല ഹദാ വകുൻ
മുൻസിയം മൻസിയാ ഞാൻ മുമ്പേ മരിച്ചു പോയെങ്കിൽ എത്ര നന്നായിരുന്നേനെ ഞാൻ മുമ്പേ മരിച്ചു പോയെങ്കിൽ എത്ര നന്നായിരുന്നേനെ ഞാൻ അറിയാത്ത ആരും കേൾക്കാത്ത അറിയപ്പെടാത്ത ഒരാളായിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നേനെ അപ്പനാ പടച്ചറപ്പിന്റെ വിളിയാളം വന്നത് എപ്പം ഭക്ഷണം വേണമെങ്കിലോ അവിടെ നിൽക്കുന്ന ഈത്തപ്പന മരമുണ്ടല്ലോ ആ ഈത്തപ്പന മരം പോയിട്ട് കുറുക്കിയാൽ മതി ആ ഉണങ്ങിട്ട് ഒട്ടിക്കിടക്കുന്ന ഈത്തപ്പന മരം നിങ്ങൾ പോയി കുളിക്കുമ്പോ പച്ചവാഴക്കാരൊക്കെ നിങ്ങൾക്ക് കിട്ടുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വഴിയറിയിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. മറിയം ബീവി റളിയല്ലാഹു അൻഹാ വല്ലാത്ത വിഷമത്തിലും എന്നാൽ വലിയ സന്തോഷത്തിലും ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്ലാഹ് പറയുന്നു ഫദുലി വസ്റബി വഖരി ഐനാ കൺകുളിർമയായിക്കോളൂ തിന്നോട് കുളിച്ചോട് വിഷമിക്കണ്ട. അവസാനം മറിയം ബീവി റളിയല്ലാഹു അൻഹാ തന്റെ കുടുംബത്തിലേക്ക് തിരിച്ചുപോയി. മറിയം ബീവി റളിയല്ലാഹു അൻഹ തന്റെ കുടുംബത്തിലോട്ട് തിരിച്ചുപോയി. അപ്പോഴാ കൂട്ടുകാരും കുടുംബക്കാരും പറഞ്ഞത് യാ ഉഖ്താറൂ മാ കാന അബൂകി റാസൗഇ വമാ കാനത് ഉമ്മുകി ബഗിയാ. കുടുംബക്കാരെ പറയാൻ തുടങ്ങി, എന്താണ് മറിയമേ നീ ഞങ്ങളെ നിങ്ങളുടെ ഉമ്മ ഒരു തമാശ പെണ്ണുമായിരുന്നില്ലല്ലോ, എന്തേ നിങ്ങൾ പറയിപ്പിച്ചുവല്ലോ എന്ന് പറഞ്ഞപ്പോ മറിയമിനോട് അള്ളാന്റെ ഓർഡർ ഉണ്ടായിരുന്നു. മറുപടി നിങ്ങൾ പറയണ്ട, മറുപടി പൊന്നുമോ പറഞ്ഞോളും. അതേ തന്റെ കയ്യിലെ തന്റെ പ്രിയപ്പെട്ട പൊന്നുമോനുണ്ട്. ആ പൊന്നുമോനെ ചൂണ്ടിയിട്ട് മറിയം ബീവി റളിയല്ലാഹു അൻഹ ചൂണ്ടിക്കാണിച്ചു. തൊട്ടിലിൽ കിടക്കുന്ന കുട്ടിയിലോട്ട് ചൂണ്ടിക്കാണിച്ചു മറിയം ബീവി റളിയല്ലാഹു അൻഹ തന്റെ കുടുംബക്കാരോടും നാട്ടുകാരോടും ആ കുട്ടിയെ ചൂണ്ടിയിട്ട് പറഞ്ഞ് അവിടെ ചോദിച്ചു നോക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ അവർക്ക് ദേഷ്യം പിടിച്ചു. അവരെല്ലാവരും പറഞ്ഞു കൈഫ നുകല്ലിമു മൻ കാന ഫിൽ മഗ്ദി സബിയാ. തൊട്ടിലിൽ കിടക്കുന്ന ഒരു കുഞ്ഞിനോട് ഞങ്ങൾ എന്ത് സംസാരിക്കാനാണ്? എന്ത് പൊട്ടത്തരമാണ് മറിയമേ നീ പറയുന്നത്? മറിയം ബീവി റളിയല്ലാഹു അൻഹ അതും പറഞ്ഞിട്ട് നാട്ടുകാരെ മറിയം ബീവി റളിയല്ലാഹു അൻഹയ്ക്കെതിരെ മോശമായി സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോ അവിടെയാണ് എല്ലാ സത്യവും പുറത്തു വരുന്നത്. وأوصاني بالصلاة والزكاة ما دمت حيا.
ഇന്നി അബ്ദുല്ലാ, ഞാൻ അല്ലാഹുവിന്റെ അടിമയാണ്. പോരാ, ആതാനിയൽ കിതാബ, എനിക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഗ്രന്ഥം തരാനിരിക്കുന്നുണ്ട്. എനിക്ക് അല്ലാഹു തആല എന്നെ പ്രവാചകനാക്കാനിരിക്കുന്നുണ്ട്. വജഅലനി നബിയാ, ഞാൻ നബിയുമാണ്, ഞാനൊരു റസൂലുമാണ്. അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു, മഹാനായ നബിയുനാ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം തൊട്ടിലിൽ നിന്ന് വിളിച്ചു പറയുന്ന വർത്തമാനമാണിത്. ഇന്നി അബ്ദുല്ലാഹ് ആതാനിയൽ കിതാബ, എനിക്ക് പടച്ചറപ്പ് കിതാബ് നൽകാനിരിക്കുന്നുണ്ട്. മാത്രമല്ല വജഅലനി നബിയ, ഞാൻ പ്രവാചകനാകാനിരിക്കുന്നയാളാണ്. വജഅലനി മുബാറക, ഞാൻ ബർക്കത്താക്കപ്പെട്ടയാളാണ്. ഞാൻ ജാരസന്തതിയല്ല, ഞാൻ സനീമല്ല, ഞാന് അതേ മോശപ്പെട്ടവനല്ല. ഞാൻ ആരാണെന്നറിയോ? വജഅലനി മുബാറക, ഐനമാ കുന്തു, ഞാൻ എവിടെയാണെങ്കിലും എനിക്ക് പടച്ചറപ്പ് വലിയ ബർക്കത്ത് തന്നവനാണ് ഞാൻ. മാത്രമല്ല വൗസാനി ബിസ്സലാത്തി വസ്സകാത്തി മാ ദുംതു ഹയ്യാ വബർറൻ ബിവാലിദതി വലം യജ്അലനി ജബ്ബാറൻ ശഖിയ്യാ. വസ്സലാമു അലയ്യ യൗമ വലിദു വയൗമ അമൂതു വയൗമ ഉബഅതു ഹയ്യാ. ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം തൊട്ടിൽ സംസാരിക്കാൻ തുടങ്ങി. ഏതാണ് ആ കുട്ടി എന്നറിയോ? അതാണ് ഇന്നത്തെ കഥാപാത്രമായ മഹാനായ സയ്യിദുനാ ഈസാ നബി അലൈഹിസ്സലാം. അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു, ദാലിക ഈസാ ഇബ്നു മറിയം, ദാലിക ഈസാ ഇബ്നു മറിയം ഖൗലൻ ലല്ലദീ ഫീഹി യംതറൂൻ. അവർ തർക്കിച്ചു കൊണ്ടിരിക്കുന്ന മറിയമിന്റെ മകന് ഈസാ നബി അലൈഹിസ്സലാമിനാണ്. അതുകൊണ്ട് ഈസാ ജാരസന്തതിയല്ല, ഈസാ അല്ലാഹുവിന്റെ മകനല്ല, ഈസാ അല്ലാഹുവിന്റെ അബ്ദാണ്, അടിമയാണെന്ന് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ നമ്മളെ ഉത്ബോധിപ്പിക്കുകയാണ്. അല്ലാഹു നമുക്ക് ബോധം നൽകുമാറാവട്ടെ. മഹാനായ ഈസാ നബി അലൈഹിസ്സലാം അല്ലാഹുവിന്റെ ദൂതനാണ്, അബ്ദാണ്, റസൂലാണ്. ഒരിക്കലും നസാറാക്കൾ പറഞ്ഞതുപോലെ അല്ലാഹുവിന്റെ മകനല്ല, ജൂതന്മാർ പറഞ്ഞതുപോലെ ജാരസന്തതിയുമല്ല. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ഇടപെട്ടു. ആ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ കുരിശിൽ നാട്ടപ്പെട്ടിട്ടുമില്ല. ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ ജൂതന്മാരെ മഹാനായ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ദഅവത്തും ഈസാ നബി റസൂലായി വന്നതോടുകൂടെ ആ കാലഘട്ടം അത്രയും അഥവാ ശനിയാഴ്ചയായിരുന്നു ജൂതന്മാര്. അവർ ഏറ്റവും വലിയ ആദരവോടുകൂടെ കണ്ടിരുന്ന ദിവസം ശനിയാഴ്ചയായിരുന്നു. ആഴ്ചയിൽ ഒരു ദിവസം, നമ്മൾ വെള്ളിയാഴ്ച നമ്മൾക്ക്, എന്നാൽ ജൂതന്മാർക്ക് അത് ശനിയാഴ്ചയായിരുന്നു. മഹാനായ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം വന്നപ്പോ അത് ഞായറാഴ്ചയാക്കി മാറ്റി. അത് ജൂതന്മാർക്ക് തീരെ പിടിച്ചില്ല. മഹാനായ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ വധിക്കാൻ വേണ്ടി അവർ തീരുമാനിച്ചു. അവർ പല വഴികളും നോക്കി. അവസാനം മഹാനായ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ കൊല്ലാൻ വേണ്ടി ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ചാരത്തോട്ട് വന്നപ്പോ ഈസാ നബിയെ ഒറ്റിക്കൊടുത്ത ഒരു ജൂതൻ, ആ ജൂതന്റെ രൂപം അല്ലാഹു സുബ്ഹാനഹു വ തആല ഈസാ നബിയുടെ രൂപം അതേപോലെ ഈ ജൂതൻ ഇട്ടുകൊടുത്തു. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈസാ നബി ആകാശത്തോട്ട് ഉയർത്തി. ആ ക്രൂരം നൽകപ്പെട്ട ജൂതനായ അയാളെ കൊല്ലുകയും ചെയ്യുമെന്ന് ചരിത്രത്തിൽ കാണാം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം അവസാന നാളെടുക്കുമ്പോ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അതേ അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞതുപോലെ ഈസാ നബിയെ കുരിശിൽ നാട്ടപ്പെട്ടിട്ടില്ല, ഈസാ നബിയെ കൊല്ലപ്പെട്ടിട്ടില്ല, ഈസാ നബിയെ നമ്മൾ ഉയർത്തിയിരിക്കുന്നുവെന്ന് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിൽ
മലക്കുകളുടെ അകമ്പടി ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഒക്കെയും ആദ്യം ഭൂമിയിൽ ഇറങ്ങും. മഹാനായിരിക്കുന്ന ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം രണ്ട് മലക്കുകളെ ചിറകിന്റെ മേലെ കയ്യിൽ വെച്ചിട്ട് രാജകീയമായി ഭൂമിയിലേക്ക് ഇറങ്ങി വരും. എവിടെ? അലാ മനാറത്തിൻ ബൈളാ ഫീ ദിമിഷ്ക, ദമാസ്കസിലെ പള്ളിയുടെ വെള്ള മനാരത്തിന്റെ മുകളിൽ മഹാനായ ഈസാ നബി നടന്നു. ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഇറങ്ങി വരിക ഒരു ദിവസം അസ്റിന്റെ വാക്ക് കൊടുത്ത് ഇഖാമത്ത് കൊടുക്കുന്നതിന്റെ ഇടയിലാണ് ദമാസ്കസിലെ പള്ളിയിൽ മഹദി ഇമാം മഹാനായ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ സ്വീകരിക്കും. മഹദി ഇമാം ഈസാ നബിയുടെ കയ്യിനെ ചുംബിക്കും. ഷഫീഉനാ മുഹമ്മദ് റസൂലുള്ളാഹ്. മാത്രമല്ല അതേ വാക്ക് കൊടുത്തിട്ട് ഇഖാമത്തിന്റെ ഇടയിലാണ് ദമാസ്കസിലെ പള്ളിയിൽ ഇറങ്ങി വരിക. ആ സമയത്ത് മഹദി ഇമാം ഈസാ നബിയോട് ഇമാം നിൽക്കാൻ പറയും. ഈസാ നബി പറയും, ആയില്ല, നിങ്ങൾ തന്നെ ഇമാം നിൽക്കണോ? എന്നിട്ട് മഹദി ഇമാം ഇമാമത്ത് നിന്നുകൊണ്ട് ഈസാ നബി അലൈഹിസ്സലാം അതേ മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശരീഅത്തിലുള്ള നിസ്കാരത്തിന്റെ മഹദി ഇമാമിന്റെ ഭാഗമായിട്ട് ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം നിസ്കരിക്കുമെന്ന് ഷഫീഉനാ റസൂലുള്ളാഹ്. ആ നിസ്കാരം കഴിഞ്ഞ് സലാം വീട്ടിയിട്ട് ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഇടത്തെ ഭാഗത്തിലെ ഭാഗത്തേക്ക് ചൂണ്ടിയിട്ട് പറയും, മഹദി ഇമാമിനോട് പറയും, ആ വാതിലൊന്ന് തുറക്കൂ. ആ വാതിൽ തുറക്കുമ്പോൾ ദജ്ജാലവിടെ നിൽപ്പുണ്ടാകുമെന്ന് ഷഫീഉനാ മുഹമ്മദ് മുസ്തഫ. ആ സമയത്ത് ദജ്ജാൽ ഈസാ നബിയെ കണ്ടിട്ട് ഓടുമെന്ന് ഷഫീഉനാ റസൂലുള്ളാഹ്